ഫോർ ഫുഡ് ആഹാരത്തിനായിട്ട് ഓരോ ജീവികളും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ കുറച്ച് ഫുഡ് ചെയിൻ തന്നിട്ടുണ്ട്, അത് നമുക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യാം. എക്സാമിന് ഫുഡ് ചെയിൻ എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ആദ്യം നോക്കിക്കേ, ഗ്രാസ് ഹോപ്പർ ഡാഷ് സ്നേക്ക് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഗ്രാസിലാണ് ഗ്രാസ് ഹോപ്പർ ഉണ്ടായിരിക്കുക. ഗ്രാസ് ഹോപ്പറിനെ കഴിക്കാൻ ഫ്രോഗ് ഉണ്ട്, ഫ്രോഗിനെ കഴിക്കാൻ സ്നേക്സ് ഉണ്ട്. ഇതൊരു ഫുഡ് ചെയിൻ ആണ്. ഇനി ഇത് കൂടാതെ വേറൊരു ഫുഡ് ചെയിൻ ആണ് വേം എന്ന് തന്നിട്ടുണ്ട്. വേം എവിടെ ഉണ്ടായിരിക്കുക? ഗ്രാസിൽ വേം ഉണ്ടായിരിക്കും. വേമിനെ കഴിക്കുന്നത് ഹെന്നാണ്, ഹെന്നിനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോക്സ് ഉണ്ടായിരിക്കും. ഇനി ഇത് കൂടാതെ തന്നെ വേറൊരു ഫുഡ് ചെയിൻ മക്കളോട് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഫുഡ് ചെയിനുകൾ ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഫുഡ് ചെയിൻ മക്കൾ എല്ലാവരും കമന്റ് ചെയ്യുക. സോ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തിന് വേണ്ടി ഓരോ ജീവികളും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ചുറ്റും നോക്കിയിട്ട് ഒരു കിടിലൻ ഫുഡ് ചെയിൻ മക്കൾ എല്ലാവരും കമന്റ് ചെയ്യുക. ഫുഡ് ചെയിൻ നിങ്ങളോട് എക്സാമിന് ചോദിക്കും. അങ്ങനെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുക. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്സ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.